നമ്മളിപ്പോ നമ്മുടെ പുതിയ ഹൈവേയിലൂടെ ഒന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് ഒരുപാട് ആക്സിഡന്റുകൾ, ഹൈവേന്റെ പണി കഴിയും തോറും ഒരുപാട് ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇത് ഹൈവേന്റെ നിർമ്മാണ രീതി ശരിയല്ല എന്നാണ്. ആരുടെ തെറ്റാണ്? ഹൈവേ അതോറിറ്റിന്റെ അവരുണ്ടാക്കിയതിന്റെ പ്രശ്നമാണോ അതോ നമ്മുടെ പ്രശ്നമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഫസ്റ്റ് കാണുന്ന ട്രാക്ക് ശരിക്കും ബസ്, ലോറി, അങ്ങനെ ചരക്ക് വാഹനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് സ്ലോ ആയിട്ട് പോകേണ്ട ട്രാക്കാണ്. ഈ സെന്ററിൽ കാണുന്ന ട്രാക്ക് ശരിക്കും ലൈറ്റ് വെഹിക്കിൾസ്, അതായത് കാറ് അതുപോലെയുള്ള വാഹനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ട്രാക്കാണ്. ലാസ്റ്റ് ട്രാക്ക് അത് സ്പീഡ് ട്രാക്കാണ്. ആംബുലൻസ് അതുപോലെ എമർജൻസി വാഹനങ്ങൾക്ക് ഉപയോഗിക്കാനും ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാനും വേണ്ടി മാത്രമേ ആ ഒരു ട്രാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. എത്ര വാഹനങ്ങൾ ശരിക്കും ഈ ഒരു നിയമം പാലിച്ച് യാത്ര ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ഒരു വണ്ടി പോകുന്നത്, അത് ശരിക്കും തെറ്റായ ട്രാക്കിലൂടെയാണ്. നമ്മൾ ആ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ ഈ വണ്ടി പോണ കറക്റ്റാണ്. ആ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാക്കിലേക്ക് മാറണം എന്നാണ് ശരിക്കും ഹൈവേ അതോറിറ്റിയുടെ നിയമം. അതാണ്. ആ വാഹനം അത് ത്രൂ ഔട്ട് ആ ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നത്. ഇനി നിങ്ങൾ പറ, ശരിക്കും ഇത് ഹൈവേന്റെ പ്രശ്നമാണോ അതോ നമ്മുടെ ഡ്രൈവിങ്ങിന്റെ പ്രശ്നമാണോ എന്നുള്ളത്? ഇത്രയും നല്ല റോഡ് അവർ ഉണ്ടാക്കി തരുമ്പോൾ അത് നല്ല രീതിയിൽ വണ്ടി ഓടിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരന്റെയും കടമയല്ലേ? നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്തോ.